വാഗമൺ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ച് റവന്യൂ വകുപ്പ് അന്വേഷണം തുടങ്ങി. പീരുമേട് ഭൂരേഖ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം കയ്യേറ്റ ഭൂമി സന്ദർശിച്ചു. ഇവർ അടുത്ത ദിവസം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. വാഗമൺ മേഖലയിൽ 70 ഏക്കറോളം സർക്കാർ ഭൂമിയാണ് സ്വകാര്യ വ്യക്തികൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ പതിച്ചു കൊടുത്തത്. ഇവിടെ വൻകിട റിസോർട്ടുകളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. വാഗമൺ മുട്ടക്കുന്നിലെ 4 പട്ടയങ്ങൾ സംബന്ധിച്ചാണ് റവന്യൂ സംഘം പരിശോധന നടത്തുന്നത്. രേഖകൾ പരിശോധിച്ച് ഈ പട്ടയങ്ങളുടെ നിയമസാധുത കണ്ടെത്തും. 2012 കയ്യേറ്റമൊഴിപ്പിച്ച് സർക്കാർ തിരിച്ചുപിടിച്ച ഭൂമിയിൽ വീണ്ടും കയ്യേറ്റം നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സർവേ നടത്തുമെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പരിശോധിച്ചതിൽ ഇതിൽ ഒരു 11 ഏക്കറോളം സ്ഥലത്ത് 4 പട്ടയങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2001 കൊടുത്ത പട്ടയമാണ്. കൂടാതെ ഒരു 10 ഏക്കർ സ്ഥലം ഹൈ റേഞ്ച് ടൂറിസം ഡെവലപ്മെൻറ്റിന് പ്രൊപ്പോസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ഈ 2 സ്ഥലങ്ങളും ഒന്ന് പരിശോധിച്ചിട്ട് പിന്നീട് ഈ സാവകാശം ഇതിൻ്റെ പട്ടയത്തിൻ്റെ മുൻ ഫയലുകളും രേഖകളും ഒക്കെ പരിശോധിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. ഇടുക്കി ജില്ലയിൽ ഭൂമി കയ്യേറ്റവും വ്യാജപട്ടയവും അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി. വാഗമൺ, മൂന്നാർ, ചിന്നക്കനാൽ, പരുത്തുംപാറ ഉൾപ്പെടെ ഇടുക്കി ജില്ലയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും അനധികൃതമായി നൽകിയ പട്ടയങ്ങളും സംഘം പരിശോധിക്കും. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.